തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജപ്തി നടപടിക്കിടയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുടുംബാംഗങ്ങൾ. ഇതോടെ കോടതി ഉത്തരവ് പ്രകാരം പോലീസുമായി എത്തിയ സംഘം നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തമിഴ്നാട് സ്വദേശിയായ ഫിനാൻസ് ഉടമ മോഹൻദാസിൽ നിന്ന് 27 വർഷങ്ങൾക്ക് മുൻപ് 1,60,000 രൂപയാണ് കുടുംബം വാങ്ങിയത്. കോടതി വിധിയുമായി വസ്തുവും വീടും സ്വന്തമാക്കാൻ ഇന്ന് എത്തിയപ്പോഴാണ് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. ജപ്തിയുടെ ഭാഗമായിട്ട് ഇവിടെ പോലീസുകാരും നാട്ടുകാരും കൂടി നിൽക്കുക. ഇവിടെ 5 സെന്റ് സ്ഥലവും വീട് ഒഴിപ്പിക്കൽ കേട്ടാ. ഇവർക്ക് മൊത്തത്തിൽ 5 സെന്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ. ഇവർക്ക് 2 മക്കളുണ്ട്. അതിലൊരു മോൻ സ്റ്റോക്ക് വന്ന് കിടക്കുക. അവന് ഒരു ജോലി ചെയ്യാൻ പറ്റാത്തതാ. ഈ ഒരു തള്ള മാനസികാവസ്ഥയായിട്ട് തള്ള രോഗി യഥാ നിങ്ങൾ കാണുമ്പോഴേ അറിയാം. ഈ തള്ളയെടുത്തവർ റോഡിൽ ഇട്ടിരിക്കുക. ഇത് പൈസ വാങ്ങിയത് 2000 ഒരു കൈവായ്പ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞങ്ങൾ ബന്ധുക്കളാ. ഈ മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ധുക്കളാണ്. മോഹൻദാസിന്റെ കയ്യിൽ നിന്ന് 1,60,000 രൂപ കൈവായ്പ വാങ്ങിച്ചതാണ്. കൈവായ്പ വാങ്ങിച്ചാൽ അത് 10 ലക്ഷം രൂപയായിട്ട് തവണകളായിട്ട് അയാൾ തിരിച്ച് പലിശയായിട്ട് മേടിച്ചു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല.